Hello, dear students. Good morning, all of you. Yesterday, we discussed what is investigation and what are the objects or purpose of investigation. അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതായത് ഒരു നോർമൽ കേസിൽ എന്തിൻ്റെ ആവശ്യമില്ല, ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഇഫ് ദർ ഈസ് എനി അബ്നോർമൽ കേസസ്, ദാറ്റ് ഈസ് ദ പ്രൊപ്പറേറ്റേഴ്സ് ആർ സസ്പെക്റ്റഡ് എനി ഫ്രോഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഓർ എനി ടൈപ്പ് ഓഫ് മാൽ പ്രാക്ടീസസ് ഇൻ ദ ഓർഗനൈസേഷൻ, and if the government feels that there is that is the business is going through some unexpected or unusual matters in the business organization. So all these cases are prevailing under investigation. Okay, and today we are discussing that what are the points that is an investigator must give attention and at the time of investigation. ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയകൾ എന്തൊക്കെയാണ്? ഓക്കെ, സോ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Investigator should pay attention to the following points. He should obtain from his client in writing detailed and clear instructions regarding the purpose and scope of investigation and the period to be covered by the investigator. ഓക്കെ, അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹി ഷുഡ് ഒബ്റ്റെയിൻ, that is from his client in writing detailed and clear instructions. അതായത് എഴുതി തയ്യാറാക്കിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം? ഏത് ബിസിനസ് ഓർഗനൈസേഷൻസിലാണോ ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ആരാണോ ഈ ഇൻവെസ്റ്റിഗേറ്ററുടെ ക്ലയൻറ്റ്, അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്, സോ അവരുടെ കയ്യിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻ റൈറ്റിംഗ് ഫോം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോട്ട് ഇൻ ഓറൽ ഫോം, ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ഫോം. ഓക്കെ, ആൻഡ് which is regarding the purpose and scope of investigation. അതായത് for what purpose the investigation is undertaking. ആ ഒരു ഓർഗനൈസേഷനിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്? ഓക്കെ, ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഇൻവെസ്റ്റിഗേഷനകത്ത് ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെ മാറ്റേഴ്സാണ് അതിനകത്ത് ഡീൽ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ആൻഡ് ദ പീരിയഡ് ടു ബി കവേർഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ, ഏത് ഇയർ മുതൽ ഏത് ഇയർ വരെയുള്ള കാര്യങ്ങളാണ്, ഏതൊക്കെ റെക്കോർഡ്സിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്. സോ ദ പീരിയഡ് ടു ബി കവേർഡ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഇൻ റൈറ്റിംഗ് ഫോം ആര് വാങ്ങിച്ചിരിക്കണം? ഇൻവെസ്റ്റിഗേറ്റർ തൻ്റെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് അയാളുടെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് അയാൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? ഇൻ റൈറ്റിംഗ് ഫോം ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഫോർ വാട്ട് പർപ്പസ് ആൻഡ് വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോർ ദാറ്റ് ഈസ് ദ പീരിയഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടു ബി കവേർഡ്. ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിക്കൊണ്ട് ഒരു റൈറ്റിംഗ് ഫോമിലായിക്കൊണ്ട് എന്ത് വാങ്ങിച്ചിരിക്കണം? ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് വാങ്ങിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഹി ഷുഡ് ഫെമിലറൈസ് ഹിംസെൽഫ് വിത്ത് ദ നാച്ചർ ഓഫ് ദി എക്സിസ്റ്റിംഗ് ബിസിനസ്. ആ ഒരു ബിസിനസ്, അതായത് എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ നാച്ചർ, അതായത് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ്, ഓക്കെ, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആ ബിസിനസ്സിനകത്ത് നടക്കുന്നത്, ഏതൊക്കെ പ്രൊഡക്ട്സാണ് ആ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആ ബിസിനസ്സിനകത്ത് മെയിനായിട്ടുള്ളത്, എത്രത്തോളം എംപ്ലോയീസ് ആ ബിസിനസ്സിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്തൊക്കെയാണ്, മാനേജേഴ്സ് ആരൊക്കെയാണ്, പ്രൊപ്രൈറ്റേഴ്സ് ആരൊക്കെയാണ്, എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സ് ആ ബിസിനസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, അതിൻ്റെ ഡിബഞ്ചർ അതായത് ഡെപ്റ്റ് കപ്പാസിറ്റി എങ്ങനെയാണ്, എത്രത്തോളം ലോണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഓവറോൾ ഇൻഫോർമേഷൻ ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് എന്തായിരിക്കണം? ഇൻവെസ്റ്റിഗേറ്റർ ഫെമിലറൈസ് ആയിരിക്കണം. ഓക്കെ, അതായത് അതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു ഐഡിയ ഈ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് വൈ ദ വെൻഡർ സെൽ ദ ബിസിനസ്. സെൽഫ് അല്ല മക്കളെ, അവിടെ സെൻറ്റൻസിൽ ചെറിയൊരു
ടേമിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് സെൽ ദ ബിസിനസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ചില കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇഫ് ദ പ്രൊപ്രൈറ്റർ ഇൻറ്റൻസ് ടു സെൽ ദ ബിസിനസ് എന്ന് പറഞ്ഞു. അതായത് ബിസിനസ് വിൽക്കാൻ താല്പര്യപ്പെടുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു ബിസിനസ് വിൽക്കുന്ന സമയത്ത് എന്ത് നടത്താം, ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന് പറഞ്ഞിരുന്നു. സോ ആ പോയിന്റാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദ വെൻഡർ സെൽ ദ ബിസിനസ്. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ഈ വെൻഡർ വിൽക്കാൻ താല്പര്യപ്പെടുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? പ്രോഫിറ്റബിലിറ്റി കുറവായതുകൊണ്ടാണോ, അതായത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അക്വയറിംഗ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് ഏണിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറവായിട്ടുണ്ടോ, എന്ത് റീസൺ ആണ് ഈ ബിസിനസ് വിൽക്കാനുള്ളത്, അത് അന്വേഷിച്ചിരിക്കണം, ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷിച്ചിരിക്കണം. ദെൻ ഇഫ് ഇറ്റ് ഈസ് എ ജെനുവിൻ കേസ് ഓഫ് സെയിൽ, അതായത് ഇങ്ങനെ സെയിൽ നടത്തുകയാണെങ്കിൽ അത് ഒരു ജെനുവിൻ കേസ് തന്നെയാണോ, അതായത് സാധാരണ നടക്കുന്ന ഒരു റിയൽ സെയിൽ തന്നെയാണോ, അത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള മാറ്റേഴ്സ് സംഭവിച്ചിട്ടാണോ വിൽക്കുന്നത്, ഓക്കെ, അതോ യൂഷ്വലി അയാൾ വെൻഡർ സെയിൽ നടത്താൻ താല്പര്യപ്പെടുകയാണോ? സോ അതിനകത്ത് എന്തെങ്കിലും അബ്നോർമൽ ഫീലിങ്സ്, അബ്നോർമൽ മാറ്റേഴ്സ് ഉണ്ടോ, ഇതെല്ലാം അന്വേഷിച്ചിരിക്കണം. ദെൻ വെദർ ഇറ്റ് ഈസ് വർത്ത് വെൽ ടു പർച്ചേസ് ദ ബിസിനസ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി പർച്ചേസ് ചെയ്യാൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സമയത്തും എന്ത് നടത്താറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ട്. സോ ആ പോയിന്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷിക്കുന്ന സമയത്ത് തൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ തൻ്റെ ക്ലയൻറ്റ് വാങ്ങുകയാണെങ്കിൽ അത് മൂല്യമുള്ളതാണോ, തൻ്റെ ക്ലയൻറ്റിന് അത് പ്രോഫിറ്റബിളായി മാറുമോ, അതിൽ നിന്ന് ഏണിങ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ, അതാണ് ആർക്ക് വേണ്ടി അന്വേഷിച്ച് കൊടുക്കേണ്ടത്, തൻ്റെ ഒരു പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലയൻറ്റിന് വേണ്ടി അന്വേഷിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് വെദർ ഇറ്റ് ഈസ് വർത്ത് വെൽ ടു പർച്ചേസ് ദ ബിസിനസ്. ദെൻ വാട്ട് ദ ട്രെൻഡ് ഓഫ് ദ ബിസിനസ് ഈസ്, അതായത് എന്താണ് ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ്, അതിൻ്റെ പൊസിഷൻ എന്താണ്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ എത്രത്തോളം ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന് മാർക്കറ്റബിലിറ്റി ഉണ്ടോ, ഓക്കെ, ഇത്തരത്തിലുള്ള ആ ഒരു ട്രെൻഡ് എന്താണ്, ബിസിനസ്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ട്രെൻഡ് എന്താണ്, ഇത്തരമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കണം. ദെൻ whether the accounts of the business have been previously audited. If so, he should get a copy of audit report of the previous years. ഇനി ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഈ ബിസിനസ്സിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ, അങ്ങനെ ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ആ കോപ്പി ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്നും അയാൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. പോയിന്റ് ഓക്കെ ആണോ? സോ ഓഡിറ്റ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഓഡിറ്റർ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ട്, എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും വെരിഫൈ ചെയ്തിട്ടുണ്ടോ, അവർ ചെയ്ത വെരിഫിക്കേഷൻ കറക്റ്റ് തന്നെയാണോ, ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ഫ്രോഡ് നടന്നതായി കണ്ടിട്ടുണ്ടോ, എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നടന്നതായി കണ്ടിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം റിപ്പോർട്ട് ഇതിനകത്തുണ്ടായിരിക്കും, ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുണ്ടായിരിക്കും. സോ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി ഈസി ടു ദ ഇൻവെസ്റ്റിഗേറ്ററെ സംബന്ധിച്ചിടത്തോളം ആ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ ദ വർക്ക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി വെരി ഈസി. ഓക്കെ, സോ അത്തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ആര് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം, ഇൻവെസ്റ്റിഗേറ്റർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. Then whether the assets and liabilities have been properly valued. ബിസിനസ് ഓർഗനൈസേഷനകത്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യുവേഷൻ പ്രോപ്പർ തന്നെയാണോ, അതായത് നമുക്കറിയാം എല്ലാറ്റിനും ഒരുപാട് പ്രൊസീജിയേഴ്സ്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ വാല്യുവേഷൻ തന്നെയാണോ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ നടത്തിയിട്ടുള്ളത്, അതോ അസറ്റ്സിനകത്ത് മാനിപ്പുലേഷൻസ് വരുത്തുക, അതേപോലെ തന്നെ ലയബിലിറ്റീസിനകത്ത് മാനിപ്പുലേഷൻസ് വരുത്തി പൊസിഷൻ കുറച്ച് കാണിക്കുകയോ കൂട്ടി കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. Then whether the contingent liabilities have been provided for or not. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതായത് കുറച്ച് ഭാഗം കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആക്കിയിട്ട് നീക്കി വെക്കാറുണ്ട്. സോ ബിസിനസ്സിനകത്ത് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം.
Then whether the goodwill is properly valued and verify the base of valuation. ബിസിനസ്സിനകത്ത് നമുക്കറിയാമല്ലേ, പാർട്ട്ണർഷിപ്പിലൊക്കെയാണ് മെയിനായിട്ടും എന്ത് വരുന്നത്, ഗുഡ്വില്ലിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. അതേപോലെ തന്നെ ദാറ്റ് ഈസ് കമ്പനീസിലും എന്തുണ്ട്, ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷൻ വരുന്നുണ്ട്. സോ ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർലി മാനേജ്ഡ് ആണോ, അതായത് കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് തന്നെയാണോ ചെയ്തിട്ടുള്ളത്, അതോ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സോ സംഭവിച്ചിട്ടുണ്ടോ അത് കണ്ടെത്തണം. അതേപോലെ തന്നെ ഏത് ബേസിസിലാണ് ഗുഡ്വില്ലിനെ വാല്യുവേഷൻ നടത്തിയിട്ടുള്ളത്, ആ ബേസിസും എന്ത് ചെയ്തിരിക്കണം, വെരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ബേസ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ഇറ്റ് ഷുഡ് ബി ക്ലിയർലി മെൻഷൻഡ് ഇൻ ഹിസ് റിപ്പോർട്ട്. ഓക്കെ, സോ ഗുഡ്വില്ല് പ്രോപ്പർ വാല്യുവേഷൻ തന്നെയാണോ നടത്തിയത് എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏത് ബേസ് ഓഫ് വാല്യുവേഷനാണ് ഗുഡ്വില്ലിന് വേണ്ടി യൂസ് ചെയ്തതെന്നുള്ളതും എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. Then whether proper allocation between capital and revenue has been made. നമുക്കറിയാം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ദർ ആൻഡ് അറ്റ് ദ സെയിം ടൈം റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ദർ. ആൻഡ് ഇൻ അതർ ഹാൻഡ് ക്യാപിറ്റൽ റവന്യൂ ആൻഡ് ദറ്റ് ഈസ് ക്യാപിറ്റൽ ഐറ്റംസ് ആർ ദർ, റവന്യൂ ഐറ്റംസ് ആർ ദർ. സോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും രണ്ടായിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനുള്ള പ്രൊവിഷൻ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടോ. ഓക്കെ, ചില ഐറ്റംസിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്യാപിറ്റൽ നാച്ചുറലുള്ള എക്സ്പെൻഡിച്ചേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബിസിനസ്സിനകത്തൊരു പുതിയ മെഷീനറി, ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇറ്റ് ഈസ് നോട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ. കാരണം എന്താണ്, ലോങ് ടേം ഇംപ്ലിക്കേഷനുള്ള എക്സ്പെൻഡിച്ചറാണ് എന്തെന്ന് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ഇന്ന് നമ്മൾ 5 ലക്ഷം രൂപ മുടക്കി ഒരു ഫിക്സഡ് അസറ്റ് ബിസിനസ്സിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഇന്ന് തന്നെ കിട്ടുന്നില്ല. അതായത് ഈ ഒരു വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ നമുക്ക് എന്ത് കിട്ടുന്നില്ല, അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ദ ബെനിഫിറ്റ്സ് വിൽ ബി റിയലൈസ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ചിലപ്പോൾ 10 വർഷം 15 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, അതിൻ്റെ ടോട്ടൽ ബെനിഫിറ്റ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്തരത്തിലുള്ള ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ അതേപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനകത്ത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ എന്തെന്ന് പറയുക, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിനകത്ത് നടക്കുന്ന ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സാണ് ഇത്, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. ഇത് സാധാരണയായിട്ട് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, അതായത് ദാറ്റ് ഈസ് P&L അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വെക്കുന്നത്, റവന്യൂ എക്സ്പെൻസസുകൾ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. സോ ബിസിനസ്സിനകത്ത് ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറയുന്ന പ്രോപ്പർ അലോക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റിഗേറ്റർ ചെക്ക് ചെയ്തിരിക്കണം. Then, if the deferred revenue expenditure received special attention and the basis for writing of such expenses. അതായത് ബിസിനസ്സിനകത്ത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് പ്രത്യേകം അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ ഏത് ബേസിസിലാണ് എഴുതിയിട്ടുള്ളത്, അതായത് ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ടി നമ്മൾ എമൗണ്ട് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ ബേസിസ് ഫോർ റൈറ്റിംഗ് ഏതാണ് എന്നുള്ളതും എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. ഈ എന്താണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അഡ്വർടൈസിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ എന്താ അഡ്വർടൈസിങ്ങിൻ്റെ പ്രത്യേകത? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. അഡ്വർടൈസ്മെൻറ്റ് പല മീഡിയകളിൽ നമുക്ക് കൊടുക്കാം, അതല്ല ഇവിടെ ഇഷ്യൂ. പല ദാറ്റ് ഈസ് ടെലിവിഷൻ ആവാം, ന്യൂസ് പേപ്പർ ആവാം, ഇൻ്റർനെറ്റ് ആവാം, സോഷ്യൽ മീഡിയ ആവാം, ഒരുപാട് എന്തുണ്ട്, വെറൈറ്റി ഓഫ് മീഡിയാസ് ആർ അവൈലബിൾ. സോ ഏതെങ്കിലും മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുടെ പ്രൊഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഇന്ന് തന്നെ കിട്ടുമോ? അതല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാനുണ്ടോ? പക്ഷെ അതെന്താണ്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് റിയലൈസ് ചെയ്യുന്നത് പീരിയഡ് ബൈ പീരിയഡ് ആണ് അല്ലേ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള എക്സ്പെൻസുകളാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് റവന്യൂ നേടിത്തരും, പക്ഷേ എപ്പോഴേ നേടിത്തരുള്ളൂ, പിന്നീട് നമുക്ക് നേടിത്തരുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സ്പെൻഡ് ചെയ്തിരിക്കണം. സോ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ.
സോ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടോ? സോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബേസിസ് ഏതായിരുന്നു? ഇതെന്ത് ചെയ്തിരിക്കണം? ഇൻവെസ്റ്റിഗേറ്റർ ചെക്ക് ചെയ്തിരിക്കണം. ദെൻ വെദർ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അഡിക്കേറ്റ്. ബിസിനസ്സിനകത്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ ആഡിക്കേറ്റ് ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അതോ സഫിഷ്യൻ്റ് ആണോ? ഓർ ദാറ്റ് ഈസ്, ഇപ്പോൾ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓവർ വർക്കിംഗ് ക്യാപിറ്റലും വരാൻ പാടില്ല, അണ്ടർ വർക്കിംഗ് ക്യാപിറ്റലും വരാൻ പാടില്ല. ദാറ്റ് ഈസ് ബിസിനസ്സിന് ആവശ്യമില്ലാതെ കുറേ എമൗണ്ട് ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? കെട്ടിക്കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ 50,000 രൂപേൻ്റെ ആവശ്യമുള്ളൂ, പക്ഷെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് 1,00,000 രൂപ ബിസിനസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ട്. സോ ബാക്കി ദാറ്റ് ഈസ് റിമൈനിങ് 50,000 വിൽ ബി ഐഡിൽ ഫണ്ട് അല്ലെ, നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വരുമാനവും കിട്ടുന്നില്ല. അത് യൂസ് ചെയ്യാതെ ബിസിനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന ഫണ്ടായിരിക്കും. സോ ഓവർ വർക്കിംഗ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ലെവൽ ഒരുപാട് കൂടാൻ പറ്റില്ല. ആവശ്യത്തിലധികം വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബിസിനസ്സിനകത്ത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ദാറ്റ് അണ്ടർ, ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു മിനിമം, ഇപ്പോൾ ഞാൻ പറഞ്ഞു 50,000 എന്ന് പറയുന്നത് ബിസിനസ്സിന് ആവശ്യമുള്ളൊരു എമൗണ്ടാണ്. 50,000-നേക്കാൾ കുറഞ്ഞൊരു എമൗണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിലോ ഇറ്റ് വിൽ എഫക്ട് ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ്. കാരണം നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഏതിനകത്ത് ഉണ്ടായിരിക്കില്ല, ആ ബിസിനസ്സിനകത്ത് ഉണ്ടായിരിക്കില്ല. പോയിന്റ് ഓക്കെ ആണോ? സോ ആഡ്വക്കേറ്റ് ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ, otherwise it will affect the functioning of business. ബിസിനസ്സിൻ്റെ ഫംഗ്ഷനിങ്ങിന് അത് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. സോ ആഡിക്വേറ്റ് ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ്സിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ഇനി എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് തരത്തിലുള്ള ക്യാപിറ്റലാണുള്ളത് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയുന്ന കാര്യമായിരിക്കും. ഫിക്സഡും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഫിക്സഡ് പറഞ്ഞാൽ ലോങ് ടേം പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് എന്തെന്ന് പറയുക? ഫിക്സഡ് എന്ന് പറയുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിനകത്ത് വേണ്ടി വരുന്ന എമൗണ്ടാണ് ഏതെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫോം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം? ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിറ്റഴിക്കാൻ പറ്റുന്നതായിരിക്കാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള അസറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏതെന്ന് പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് കിഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഫിഗറാണ് ഏതെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റലിന് ആഡിക്വേറ്റ് ആയിട്ട് ബിസിനസ്സിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്തിരിക്കണം? ഒരു ഇൻവെസ്റ്റിഗേറ്റർ ചെക്ക് ചെയ്തിരിക്കണം. ദെൻ വെദർ ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ഓൾഡ് ഓർ ന്യൂ. ബിസിനസ്സിനകത്തുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറീസ് എല്ലാം പഴയതാണോ, അതോ പുതിയ പുതിയ മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ടെക്നോളജി അപ്ഗ്രഡേഷൻ ബിസിനസ്സിനകത്ത് നടത്തിയിട്ടുണ്ടോ? ഇന്നോവേഷൻസ് ഒക്കെ ബിസിനസ് ഫീൽഡിനകത്തുണ്ടോ? ഓക്കെ, ബിസിനസ്സിനകത്തുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഓൾഡ് മെഷീനറീസ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരാൾ ബിസിനസ് ഓർഗനൈസേഷൻ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിലോ വാങ്ങി 2-3 വർഷം കഴിയുമ്പോഴേക്കും തന്നെ അയാൾക്ക് എന്ത് വരും? ഹ്യൂജ് എക്സ്പെൻസസ് വരും. അതായത് മെഷീനറീസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി മാറും. സോ ന്യൂ മെഷീനറീസ് എന്ത് ചെയ്യേണ്ടി വരും? ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇനി അതല്ലെങ്കിലോ ന്യൂ മെഷീനറീസ് ആണ് ബിസിനസ്സിനകത്ത് ഇപ്പോൾ ഉള്ളതെങ്കിലോ ഒരാൾ ബിസിനസ് ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്താണ്? ഭാവിയിൽ പെട്ടെന്ന് തന്നെ ഏത് വരില്ല? ഫിക്സഡ് അസറ്റിൻ്റെ മേലിൽ ഹ്യൂജ് എക്സ്പെൻസസ് വരില്ല. സോ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെക്ക് ചെയ്തിരിക്കണം? ബിസിനസ്സിനകത്തുള്ള ഇപ്പോഴത്തെ മെഷീനറീസ് ഓൾഡ് ആണോ ന്യൂ ആണോ, എത്രത്തോളം പഴയ മെഷീനറീസ് ഉണ്ട്, എത്രത്തോളം പുതിയ മെഷീനറീസ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു റിപ്പോർട്ട്, ഇതിനെല്ലാം കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കണ്ടെത്തിയിരിക്കണം. ദെൻ ദ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻസ് അകത്ത് നടക്കുന്ന ഇൻറ്റേർണൽ കൺട്രോൾ എങ്ങനെയാണ്? ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്? ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ് എങ്ങനെയാണ്? അവരുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? അവരുടെ പേയ്മെൻറ്റ് സിസ്റ്റം എന്തൊക്കെയാണ്? ദെൻ അതിനകത്ത് നടക്കുന്ന മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? അവിടെയുള്ള ഹൈറാർക്കി, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എങ്ങനെയാണ്? സോ ബിസിനസ്സിൻ്റെ ഓവറോൾ ഇൻറ്റേർണൽ അഫയേഴ്സിനെ കുറിച്ചിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു അറിവുണ്ടായിരിക്കണം. ദെൻ ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻ ഫോഴ്സ്. ബിസിനസ്സിനകത്ത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ഏതാണ്? ഓക്കെ, കറക്റ്റായിട്ടുള്ള ആസ് പെർ കമ്പനീസ് ആക്ട് 1953 തന്നെയാണോ? അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്തിരിക്കണം.
then he should obtain the copies of financial statements of the business for the required period. ഏതൊക്കെ പീരീഡിലേക്ക് വേണ്ടിയിട്ടാണോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്തിരിക്കണം, ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അത് കളക്ട് ചെയ്താൽ മാത്രമേ എന്ത് നടത്താൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിലോ, കാരണം നമ്മൾ എന്ത് വെരിഫൈ ചെയ്യണമെങ്കിലും എന്ത് കണ്ടെത്തണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, ബേസിക്കലി ഡാറ്റ ഷുഡ് ബി ദർ. ഡാറ്റ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡാറ്റ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇറ്റ് വിൽ ബി ഡിറൈവ്ഡ് ഫ്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി ബിസിനസ്. സോ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ആക്സസ് ആർക്കുണ്ടായിരിക്കും? ഇൻവെസ്റ്റിഗേറ്റർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ടോപ്പിക്കിൽ ഇനിയും ഒരുപാട് പോയിൻറ്റ്സ് പറയാനുണ്ട്. ടുഡേ വി ആർ വൈൻഡ് അപ്പ് ദിസ് ടോപ്പിക് ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ടുമോറോസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു ഓൾ.